Hello all. Today we are going to study about store positioning. In last class we were discussed about store locations, retail store location, the factors affecting the selection of retail store etc. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്റ്റോർ പൊസിഷനിങ്ങിനെ കുറിച്ചാണ്. And what do you mean by store positioning? It's the art and science of creating a unique identity for your business in the minds of your target customers. It involves choosing a specific market segment, understanding their needs and preference, and offering a value proposition that satisfies them better than your competitors. അതായത് സ്റ്റോർ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ഒരു യൂണിക് ഐഡൻറ്റിറ്റി കൊണ്ടുവരാം എന്ന് പറയുന്നതിനെയാണ് സ്റ്റോർ പൊസിഷനിങ് എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് ദെൻ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ്. പിന്നെ അതുപോലെ അവരുടെ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നന്നായി അവർക്ക് സെർവ് ചെയ്യുന്നു. And ഇതിനെയാണ് we call it as store positioning. Okay, so in short we can say that store positioning is a unique identity or image a store creates in the minds of the people. So study well. Then the examples of successful store positioning. Mainly ഇവിടെ രണ്ട് മേജർ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. They are Apple and the Starbucks. Apple എന്നൊരു കമ്പനീനെ പറ്റി നിങ്ങൾ വളരെയധികം കേട്ടു കാണും. It's a global leader in consumer electronics, software and online services. അവരുടെ ഒരു റീറ്റെയിൽ പൊസിഷനിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇന്നോവേഷൻ, ഡിസൈൻ, ക്വാളിറ്റി, കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. അവർ ഈ ആപ്പിൾ കമ്പനി ഓഫർ ചെയ്യുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ്. ആൻഡ് മാത്രമല്ല പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് അവർക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഐഫോൺസ്, ഐവാച്ചസ്, ഐക്ലൗഡ്, ഐട്യൂൺ അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഫോണും പലതരത്തിലുള്ള പ്രോഡക്ട്സും സർവീസസും അവർക്ക് അവൈലബിൾ ആണ്. ആൻഡ് ആക്ച്വലി ഇതിനെല്ലാം അവർ ചാർജ് ചെയ്യുന്നത് പ്രീമിയം പ്രൈസാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രൈസിലുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്നോവേഷനും അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കാൻ റെഡിയാണ്. സോ അതാണ് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു ലോയൽ ഫാൻ ബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് അവരുടെ പ്രീമിയം പ്രൈസ് അവർ ചാർജ് ചെയ്താൽ പോലും അവരുടെ പ്രോഡക്റ്റ്സിനും സർവീസസിനും അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദെയർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ദ സ്റ്റാർബക്സ്, it is the world's largest coffee house chain with over 32,000 locations in 18 countries. ഇത് കസ്റ്റമേഴ്സിന് കൂടുതൽ റിലാക്സ് ചെയ്യാൻ ഒരു സാധാരണ ഒരു കോഫി ഹൗസാണ്. ബട്ട് അവരവിടെ നല്ലൊരു ഹൈ ക്വാളിറ്റി കോഫി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോക്കൽ ഫാമേഴ്സിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും കാരണം കൊണ്ട് തന്നെ അവരുടെ ബ്രാൻഡ് ഇമേജ്, ക്വാളിറ്റി, ആ ഒരു കോഫി ക്ലബിലത്തെ ഒരു ആംബിയൻസ് ഒക്കെ അതുകൊണ്ട് തന്നെ പ്രീമിയം പേ തന്നെയാണ് അവരും ചാർജ് ചെയ്യുന്നത്. ഈവൻ അത് പ്രീമിയം പേ കൊടുത്ത് അവരുടെ സർവീസസ് ഓപ്റ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് ഈസിലി കസ്റ്റമേഴ്സ് അവൈലബിൾ ആണ്. സോ ഇതാണ് മേജറായിട്ട് വരുന്ന സ്റ്റോർ പൊസിഷനിങ്ങിൻ്റെ എക്സാമ്പിൾസ്. ദെൻ സ്റ്റെപ്സ് ഇൻ സ്റ്റോർ പൊസിഷനിങ്. എങ്ങനെയാണ് സ്റ്റോർ പൊസിഷനിങ് ചെയ്യേണ്ടത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് കസ്റ്റമേഴ്സ് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഏജ്, ജെൻഡർ, ഇൻകം ലെവൽ, ഷോപ്പിംഗ് ഹാബിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ട്, അനലൈസ് ദ കോമ്പറ്റീറ്റേഴ്സ്. അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് അതർ സ്റ്റോഴ്സ് ഇൻ അവർ ഏരിയ. ദിസ് ഹെൽപ്പ്. അതായത് നമ്മുടെ ഏരിയയിലുള്ള ഇതേപോലെയുള്ള സ്റ്റോഴ്സ് കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. ആൻഡ് ദ തേർഡ് വൺ, ഡിസൈഡ് ഓൺ യുവർ യൂണിക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. അതായത് USP ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്താണ് വ്യത്യസ്തമാക്കുന്നത്, നമ്മുടെ പ്രോഡക്റ്റിനുള്ള ഒരു മേജർ ഒരു ബെനിഫിറ്റ് എന്താണ്, എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു യൂണിക് ഐഡൻറ്റിറ്റീനെയാണ് നമ്മൾ യൂണിക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്നൊക്കെ പറയാം. Then the third step അതാണ് we have to decide on our unique selling proposition. And the fourth point പറയുന്നത് create a strong brand identity. അതായത്
ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ആക്കണം. ഡെവലപ്പ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇൻക്ലൂഡ്സ് അവർ സ്റ്റോഴ്സ് ഡിസൈൻ, ലോഗോ, കളേഴ്സ്, ടോൺ ഓഫ് വോയിസ്. അങ്ങനെ നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ മാത്രമേ എന്ന് പറയാനുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നാണ് അവരവിടെ പറയുന്നത്. കാരണം ആ ഒരു കളർ കാണുമ്പോൾ, ആ ഒരു ലോഗോ കാണുമ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം? നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ പറ്റി ചിന്തിക്കണം, അല്ലേ? നമ്മൾ ഒരു ടി വി ആഡൊക്കെ കാണുമ്പോൾ നമുക്കൊരു സിമ്പിൾ കാണുമ്പോൾ, ലോഗോ കാണുമ്പോഴേക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതൊരു പെർട്ടിക്കുലർ കമ്പനിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളൊരു ട്യൂണൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു പെർട്ടിക്കുലർ കമ്പനിയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. ദെൻ അതുപോലെയാണ് അടുത്ത പോയിൻ്റാണ് ചൂസ് എ പ്രൈസിങ് സ്ട്രാറ്റജി. നമ്മുടെ പൊസിഷനിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അതിനെ അലൈൻ ചെയ്യുന്ന പ്രീമിയം പ്രൈസ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി വേണം ചൂസ് ചെയ്യാനായിട്ട്. ആൻഡ് സിക്സ്ത് പോയിന്റ് പറയുന്നത് ഡിസൈൻ ദ സ്റ്റോർ എക്സ്പീരിയൻസ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഡക്റ്റ് മാത്രമല്ല, ആ ഒരു സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സിനെ എൻറ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, മീൻസ് അവർക്കത് അവരുടെ പ്രോഡക്റ്റ് പ്ലേസ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ സ്റ്റോർ ലേഔട്ട് ആകാം, സ്റ്റാഫ് ബിഹേവിയർ ആകാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിലത്തെ സ്മെൽ, മ്യൂസിക്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ സെവൻത്ത് വൺ, കമ്മ്യൂണിക്കേറ്റ് യുവർ പൊസിഷനിങ്. നമ്മൾ സ്റ്റോർ പൊസിഷനിങ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മളിത് കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ത്രൂ മീഡിയ ആൻഡ് സ്ട്രാറ്റജീസ്. നമുക്ക് പലതരത്തിലുള്ള ആഡ്സ് യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയ സൈറ്റ്സ് യൂസ് ചെയ്യാം, പലതരത്തിലുള്ള പ്രൊമോഷൻ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അതിന് നമുക്ക് മീഡിയ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ എയ്ത്ത് പോയിൻറ്റ്, മോണിറ്റർ ആൻഡ് അഡ്ജസ്റ്റ്. വൺസ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ, വെദർ ദേ ആർ പ്രൊവൈഡിങ് എ ഗുഡ് റിസൾട്ട് എന്നൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. സോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇതെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ സ്റ്റോർ പൊസിഷനിങ്. വിച്ച് ആർ ദേ? അണ്ടർസ്റ്റാൻഡ് ദ ടാർഗറ്റ് മാർക്കറ്റ്, അനലൈസ് ദ കോമ്പറ്റീറ്റേഴ്സ്, ഡിസൈഡ് ദ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, create a strong brand identity, choose a pricing strategy, design store experience, communicate the positioning, monitor and adjust. So next we are going to learn about the types of store positioning അല്ലെങ്കിൽ strategies of store positioning. There are പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് പ്രൈസ് ബേസ്ഡ് പൊസിഷനിങ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ലോ കോസ്റ്റ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത, ദിസ് സ്ട്രാറ്റജി ഫോക്കസസ് ഓൺ ഓഫറിംഗ് പ്രോഡക്ട്സ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. എക്സാമ്പിൾ സ്റ്റോഴ്സ് ലൈക്ക് വാൾമാർട്ട് അങ്ങനെയുള്ള സ്റ്റോറുകൾ കസ്റ്റമേഴ്സിന് എപ്പോഴും എഫോർഡബിൾ ആകുന്ന രീതിയിലാണ് പ്രോഡക്ട്സ് അവൈലബിൾ ആക്കുന്നത്. ആൻഡ് മാത്രമല്ല ബാർഗെയിനിങ്ങിനും എഫോർഡബിൾ ഓപ്ഷൻസും ഉണ്ട്, ബാർഗെയിനിങ്ങും പോസിബിൾ ആണ്. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പ്രോഡക്ട്സിനെ പൊസിഷൻ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ലോ കോസ്റ്റ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ക്വാളിറ്റി ബേസ്ഡ് പൊസിഷനിങ്. അടുത്തൊരു ടെക്നിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓഫർ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്, ഒരു സുപ്പീരിയർ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റാർബക്സും ആപ്പിൾ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ കസ്റ്റമേഴ്സ് വളരെയധികം വില്ലിങ് ആയിരിക്കും, ഒരു ഹൈ പേയ്മെൻറ്റ് നടത്താൻ വളരെയധികം വില്ലിങ് ആയിരിക്കും. ദെൻ കൺവീനിയൻസ് ബേസ്ഡ് പൊസിഷനിങ്. കൺവീനിയൻസ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി അവർക്ക് ഷോപ്പിംഗ് ഈസി ആക്കാം, കൺവീനിയൻ്റ് ആക്കാം. അപ്പോൾ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് ഈസിലി ആക്സസിബിൾ ആയ ലൊക്കേഷൻസിൽ പ്രോഡക്ട്സ് സെല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹോം ഡെലിവറി അറേഞ്ച് ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൺസ്യൂമറിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ സ്റ്റോറിനെ പൊസിഷൻ ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് ബേസ്ഡ് പൊസിഷനിങ് എന്ന് വിളിക്കുന്നത്. പിന്നെ നിഷ് മാർക്കറ്റിംഗ്, നിഷ് ബേസ്ഡ് പൊസിഷനിങ് എന്ന് പറയും. അതായത് in this strategy, store focuses on a specific market or product type. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്റ്റോറുകളെയാണ് നിഷ് ബേസ്ഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പെറ്റ് സപ്ലൈസ്, ഇപ്പോൾ പെറ്റുകളുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ്, അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ക്ലോത്തിങ്, അങ്ങനെ വരുന്ന സ്പെസിഫിക്കായി ചെയ്യുന്നതിനെയാണ് നമ്മൾ നിഷ് ബേസ്ഡ് പൊസിഷനിങ് എന്ന് വിളിക്കുക. ദെൻ സർവീസ് ബേസ്ഡ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? They offer
എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. അവരുടെ മേജർ എയിം എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ ഒരു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കും. സോ അതാണ് സർവീസ് ബേസ്ഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അനദർ സ്ട്രാറ്റജി ഓഫ് സ്റ്റോർ പൊസിഷനിങ്. Then the sixth point, luxury or prestige positioning. അതായത് they offer exclusive high end products. അതായത് നല്ല ഹൈ ക്വാളിറ്റിയിൽ ലക്ഷറിയസ് പ്രസ്റ്റീജിയസ് പ്രോഡക്ട്സ് പ്രീമിയം പ്രൈസിൽ അവർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് ലക്ഷറി ഓർ പ്രസ്റ്റീജ് പൊസിഷനിങ് എന്ന് വിളിക്കുന്നത്. Then the seventh point, sustainability based positioning. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓർഗാനിക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എത്തിക്കൽ പ്രോഡക്ട്സിനൊക്കെ ചെയ്യുന്ന ഷോപ്സിനെ നമ്മൾ എന്ത് വിളിക്കാം? സസ്റ്റൈനബിലിറ്റി ബേസ്ഡ് പൊസിഷനിങ് എന്ന് വിളിക്കാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ് പെൻറ്റഗോണിയ, ബോഡി ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് എല്ലാം അതായത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആണ് സെൽ ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി ബേസ്ഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. then അടുത്തതാണ് എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് പൊസിഷനിങ്. എക്സ്പീരിയൻസ് ബേസ്ഡ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർക്കൊരു പ്രോഡക്റ്റ്സ് സെല് ചെയ്യുന്നതിനേക്കാളും അവർക്കൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് എക്സ്പീരിയൻസ് ബേസ്ഡ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവർ പറയുന്നത് ഡിസ്നി ഒരു എൻജോയബിൾ ഷോപ്പിംഗ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നു. ഒരു ബ്രാൻഡായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് പൊസിഷനിങ് അവർ ചെയ്യുന്നത്. Okay, then what are the advantages of store positioning? Attracts customers. Customers attract ചെയ്യാൻ വേണ്ടി, gives a competitive edge, creates brand identity, increases visibility, improves customer experience, increases sales, increases profitability and builds customer loyalty. ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ സ്റ്റോർ പൊസിഷനിങ് അതിനുള്ള ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ദെൻ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് സ്റ്റോർ ഡിസൈൻ. എന്താണ് സ്റ്റോർ ഡിസൈൻ? അതായത് സ്റ്റോർ ഡിസൈൻ ഈസ് ഹൗ എ റീറ്റെയിൽ സ്റ്റോർ ഈസ് അറേഞ്ച്ഡ് ആൻഡ് ഡെക്കറേറ്റഡ് ടു മേക്ക് ഇറ്റ് ലുക്ക് അപ്പീലിംഗ് ആൻഡ് ഈസി ഫോർ ദ കസ്റ്റമേഴ്സ് ടു ഷോപ്പ്. കസ്റ്റമേഴ്സിന് ഷോപ്പ് ചെയ്യാൻ ഈസി രീതിയിലും അതിനെ അറേഞ്ച് ചെയ്യുന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോർ ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് the layout of the store, where products are placed, the colors used, lighting and the overall atmosphere. മനസ്സിലായോ? ഒരു ഗുഡ് സ്റ്റോർ ഡിസൈൻ നമുക്കൊരു പ്ലസൻറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഗൈഡ്സ് കസ്റ്റമേഴ്സ് ടു ദ സ്റ്റോർ ആൻഡ് എൻകറേജ് ദം ടു ബൈ മോർ. ആൻഡ് സം ടൈം സ്റ്റോർ ഡിസൈനിനെ നമ്മൾ സ്റ്റോർ ലേഔട്ട് അല്ലെങ്കിൽ ലേഔട്ട് ഡിസൈൻ എന്ന് വിളിക്കും. ബട്ട് ദർ ഈസ് സം ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റോർ ഡിസൈൻ ആൻഡ് സ്റ്റോർ ലേഔട്ട്. സ്റ്റോർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവറോൾ ലുക്ക് അല്ലെങ്കിൽ ഓവറോൾ സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത്, വിച്ച് റിഫ്ലെക്ട്സ് ദ ബ്രാൻഡ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ് ആൻഡ് മേക്സ് ദ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എൻജോയബിൾ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റിംഗ്, കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഇൻക്ലൂഡ് ആവും. അതേസമയം സ്റ്റോർ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ അബൌട്ട് ഹൗ ദ സ്പേസ് ഇൻസൈഡ് ദ സ്റ്റോർ ഈസ് ഓർഗനൈസ്ഡ്. ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ എങ്ങനെ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് സ്റ്റോർ ലേഔട്ട് എന്നുകൊണ്ട് വിളിക്കുന്നത്. ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഷെൽഫ്സ്, പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലെങ്കിൽ കൗണ്ടേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് ഈസി ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഗുഡ്സൊക്കെ ഒരു സ്റ്റോറിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. സോ ഇൻ ഷോർട്ട് നമുക്ക് പറയാം സ്റ്റോർ ലേഔട്ട് ഇസ് എ പാർട്ട് ഓഫ് സ്റ്റോർ ഡിസൈൻ. സ്റ്റോർ ഡിസൈൻ്റെ ഒരു ഭാഗം മാത്രമാണ് സ്റ്റോർ ലേഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ കീ എലമെൻറ്റ്സ് ഓഫ് സ്റ്റോർ ഡിസൈൻ. ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റോർ ലേഔട്ട്. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഷെൽഫ്സും ഡിസ്പ്ലേ പ്രോഡക്റ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഹൗ വെൽ ദ സ്റ്റോർ ഈസ് അറേഞ്ച്ഡ്, അതിനെയാണ് സ്റ്റോർ ലേഔട്ട് എന്ന് വിളിക്കുക. ദെൻ ലൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലൊക്കെ വരണമെങ്കിൽ ഒരു ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വേണം. സോ ബ്രൈറ്റ് ലൈറ്റ്സ് ക്യാൻ മേക്ക് ദ സ്റ്റോർ ഫീൽ ലൈവ്ലി ആൻഡ് എനർജറ്റിക്. അതൊരു ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ ഒരു എനർജറ്റിക് ലൈവ്ലി ഒരു ഫീൽ വരും. അല്ലെങ്കിൽ സോഫ്റ്റ് ലൈറ്റിംഗ് ആണെങ്കിൽ ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ കളർ സ്കീം.
കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ബ്രൈറ്റ് കളേഴ്സ് ആയിട്ട് റെഡ് ഓർ യെല്ലോ ഒക്കെ യൂസ് ചെയ്താൽ അവിടെ ഒരു കൂടുതൽ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റും എനർജിയൊക്കെയാണ് വരുന്നത്. സോഫ്റ്റ് ടോൺസ് എന്ന് പറയുന്നത് ബ്ലൂ ഓർ ഗ്രീൻ ഒക്കെ ആണെങ്കിൽ ഒരു കാം അല്ലെങ്കിൽ വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആണ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ പ്രോഡക്റ്റ് ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് അട്രാക്റ്റീവ് വേയിൽ അവരുടെ ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വേണം അതിനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് പറയുന്നു. ദെൻ സൈനേജ്, അതായത് സയൻസ്, അതായത് പ്രോപ്പറായിട്ട് സ്റ്റോറിൽ നേവിഗേറ്റ് ചെയ്യും, കസ്റ്റമേഴ്സിന് എങ്ങോട്ട് പോകണം എന്നൊക്കെ മനസ്സിലാക്കാൻ പ്രോപ്പർ സയൻസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പറയില്ലേ ചില സമയത്ത് ന്യൂ അറൈവൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഷോപ്പിൽ തന്നെ പല കോർണറിലായിട്ടോ അല്ലെങ്കിൽ അവർ വെൽ പ്ലേസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് കാണാം. സോ അങ്ങനെ പ്രോപ്പർ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സൈൻ ബോർഡ്സും എല്ലാം അറേഞ്ച് ചെയ്യണം. ദെൻ ട്രാഫിക് ഫ്ലോ, അതായത് ട്രാഫിക് ഫ്ലോ റെഫേഴ്സ് ടു ഹൗ കസ്റ്റമേഴ്സ് മൂവ് അറൗണ്ട് ദ സ്റ്റോർ. ഒരു സ്റ്റോറിൽ എങ്ങനെ കസ്റ്റമേഴ്സ് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് ട്രാഫിക് ഫ്ലോ എന്ന് പറയാം. ഒരു ഗുഡ് സ്റ്റോർ ഡിസൈൻ ആണെങ്കിൽ ഒരു സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ദെൻ പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ചെക്ക് ഔട്ട് ഏരിയ വോ ദ കസ്റ്റമർ പേസ് ഫോർ ദർ ഐറ്റംസ്. കസ്റ്റമേഴ്സ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു ഏരിയ, ചെക്കൗട്ട് ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക് എലമെൻറ്റ്സ് ഓഫ് സ്റ്റോർ ഡിസൈൻ. സോ താങ്ക് യു, ലേൺ വെൽ, വിഷ് യു ഹാവ് എ ഗുഡ് ഡേ.